ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്ന് ഞാൻ ഇവിടെ ഇരിക്കുന്നത് ബിഗ് ബോസ് സീസൺ 7 മലയാളത്തിൽ അരങ്ങേറിയ കുറച്ച് രംഗങ്ങളെ പറ്റി സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. ഒന്നുമല്ല, റീ എൻട്രിയെ പറ്റി തന്നെ സംസാരിക്കാൻ വേണ്ടിയാണ്. എല്ലാത്തിനും മുൻപ് എനിക്ക് ഒരു കാര്യം പറഞ്ഞു വേണം എനിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ. ഞാൻ ഈ ബിഗ് ബോസിനെ പറ്റി ഒരു റിവ്യൂ പറയാൻ വേണ്ടിയിട്ട് ഞാൻ വലിയ ആളൊന്നും ആയിരിക്കില്ല. പക്ഷെ എങ്കിൽ പോലും ഏതവനോ പറഞ്ഞ യൂട്യൂബിൻ്റെ ഷോർട്സോ അല്ലെങ്കിൽ ഏതവനോ എഡിറ്റ് ചെയ്ത് ഇൻസ്റ്റഗ്രാമിൽ റീൽസോ കണ്ടിട്ടൊന്നുമല്ല ഞാൻ ഇവിടെ നിന്ന് സംസാരിക്കുന്നത്. ഞാൻ എല്ലാ എപ്പിസോഡും കണ്ട ഒരാളാണ്. എന്നെ കൊണ്ട് പറ്റുന്ന അത്രയും മാക്സിമം ഞാൻ ലൈവും കണ്ട ഒരാളാണ്. അപ്പോൾ അത്യാവശ്യം എനിക്ക് വിവരമുണ്ട്. ബിഗ് ബോസ് സീസൺ 7 പറ്റി ഒരു വിവരവും ധാരണയും ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ഇടാം എന്ന് ഞാൻ തീരുമാനിക്കുന്നത്. ഞാൻ ബിഗ് ബോസ് ഷോ മലയാളത്തിലെ ഈ ബിഗ് ബോസ് ഷോ വന്നിട്ട് ഞാനൊരു ഓൾമോസ്റ്റ് ഒരു 3 സീസൺ കണ്ട ഒരാളാണ്. 3 സീസൺ ഈ ഒരു സീസൺ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് 5, 6 and 7. ഈ 3 സീസൺ കണ്ടതിൽ വെച്ച് ഏറ്റവും വേർസ്റ്റ് റീ എൻട്രി എന്ന് പറയാൻ പറ്റുന്ന ഒരു റീ എൻട്രി തന്നെയായിരുന്നു ഈ സീസൺ കാഴ്ചവെച്ചത്. എന്ന് വെച്ചാൽ പൊതുവേ നമ്മളിപ്പം എവിക്റ്റായി പോയ കണ്ടസ്റ്റൻസിന് തിരിച്ചു കൊണ്ടുവരുന്നതാണല്ലോ ഈ റീ എൻട്രി. അപ്പോൾ എവിക്റ്റായി പോയ കണ്ടസ്റ്റൻസ് വന്ന് എക്സിസ്റ്റിംഗ് ആയ ആ ടോപ്പ് 10 or 5 or 6 എത്രയോ ആൾക്കാരാണെങ്കിൽ അവരെ കൺഗ്രാജുലേറ്റ് ചെയ്യും, അവരെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യും. അങ്ങനത്തെ ഒരു മൊമെൻറ്റ്, എല്ലാവരും ഒരു കൂടുന്ന ഒരു ഒത്തുചേരലിൻ്റെ ഒരു മൊമെൻറ്റ്, മോർ ലൈക്ക് റീയൂണിയൻ. ആ ഒരു മൊമെൻ്റാണ് നമ്മൾ ബിഗ് ബോസ് റീയൂണിയൻ അല്ലല്ലോ, റീ എൻട്രിയെ പറ്റി നമ്മൾ ഉദ്ദേശിക്കുന്നത്. നേരെ മറിച്ച് ഈ സീസണിൻ്റെ റീ എൻട്രിയിൽ സംഭവിച്ചത് എല്ലാവരും കൂടെ ചേർന്ന് എല്ലാവരും കൂടെ പ്ലോട്ട് ചെയ്ത് ഒരാളെ അങ്ങ് കോർണർ ചെയ്യുക എന്നുള്ളതാണ്. ശൈത്യ, നീ അവിടെ കിടന്ന് കരഞ്ഞു മെഴുകുന്നുണ്ടല്ലോ, എൻ്റെ ലൈഫ് തകർന്നു, എൻ്റെ വീട്ടുകാർ അവരെന്തൊക്കെ പറയുന്നുണ്ടെന്ന് അറിയോ, എന്നെ എന്തൊക്കെ പറയുന്നുണ്ടെന്ന് അറിയോ, എത്ര സൈബർ ബുള്ളിങ്ങിലൂടെ ഞാൻ പോകുന്നുണ്ടെന്ന് അറിയോ. നിങ്ങൾ ഒരു ധാരണയില്ലാതെയാണ് ബിഗ് ബോസ് ഹൗസിലേക്ക് വരുന്നത്. നിങ്ങൾക്കൊരു ബോധ്യമില്ലേ, അതായത് ബിഗ് ബോസ് ഹൗസ് വിട്ട് പുറത്ത് വരുമ്പോൾ നെഗറ്റീവ് വന്നേക്കാം എന്നുള്ളത്. ആൻഡ് നെഗറ്റീവ് അങ്ങനെ ചുമ്മാതൊന്നും വരത്തില്ല. ഇത്ര ക്യാമറയും നിങ്ങളെ കാണിക്കുമ്പോൾ, നിങ്ങളുടെ പ്രവൃത്തി കാണിക്കുമ്പോൾ ജനങ്ങൾ കാണുകയാണ് നിങ്ങൾ എന്താ അവിടെ ചെയ്യുന്നതെന്നും നിങ്ങൾ എന്താ അവിടെ കാട്ടിക്കൂട്ടുന്നതെന്നും. നിങ്ങളുടെ കാട്ടിക്കൂട്ടലിൻ്റെ വിലയിരുത്തലാണ് നിങ്ങൾക്ക് നേരിടുന്ന ഒരു സൈബർ ബുള്ളിങ്ങിൻ്റെ റീസൺ. അല്ലാതെ അവൻ്റെ PR ഇവൻ്റെ PR എന്നൊക്കെ പറഞ്ഞ് അവരുടെ മേലെ ബ്ലെയിം ഷിഫ്റ്റ് ചെയ്തിട്ട് ഒരു കാര്യമില്ല. ആ ഒരു ഹൗസിൽ അത്ര സൈബർ ബുള്ളിങ് ഏറ്റവും സൈബർ ബുള്ളിങ് നേരിട്ട ഒരു കണ്ടസ്റ്റൻ്റാണ് മസ്താനി തിരിച്ച് ആ ഹൗസ് വിട്ട് പോകുമ്പോൾ ജനങ്ങളുടെ എത്ര സ്നേഹം പറ്റിക്കൊണ്ടാണ് അവൾ പോകുന്നത്. അതെന്തുകൊണ്ടാണ്? അവളുടെ ബിഹേവിയറിന് ഒരു വ്യത്യാസം വന്നു. ആ രീതിയിൽ തന്നെ ഒരു പക്ഷേ ശൈത്യയും ബിൻസിയും ഒക്കെ ഇരുന്നിട്ടുണ്ടായിരുന്നെങ്കിൽ അവർ ഇത്രയും സൈബർ ബുള്ളിങ് ഇപ്പം നേരിടാൻ പോകുന്ന രീതിയിലൊന്നും നേരിടാൻ പോകത്തില്ലായിരുന്നു. പിന്നെ നിങ്ങൾക്കൊക്കെ അനുമോൾ ജയിക്കുന്നതിൽ എന്താ ഇത്രയും വിരോധം എന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. അവൾ ജയിക്കട്ടെ, അവൾ കപ്പെടുക്കട്ടെ. അവൾ സർവൈവ് ചെയ്ത പോലെ നിങ്ങൾ ആരും സർവൈവ് ചെയ്തിട്ടില്ല, സർവൈവ് ചെയ്യാനും പറ്റത്തില്ല. ഇറ്റ് ഈസ് റിയലി എവിഡൻറ്റ് ദെയർ. അതുകൊണ്ട് തന്നെ അവളെ ടാർഗറ്റ് ചെയ്ത് കോൺട്ര ചെയ്ത് അവളെ ഒറ്റപ്പെടുത്തി മാറ്റി നിർത്തിയാൽ നിങ്ങൾ ജയിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ അവൾ തോറ്റു പോകുന്നൊന്നും നിങ്ങൾ വിചാരിച്ചിരിക്കേണ്ട ആവശ്യമില്ല. ആൻഡ് എനിക്ക് എടുത്തു പറയേണ്ട കുറച്ച് പേരുകളുണ്ട്. അഭിലാഷ്, ഒനീൽ, മസ്താനി, ജിഷിനൊക്കെ ടുവേർഡ്സ് ദി എൻഡ് ആയിരുന്നു. എന്നാലും ജിഷൻ, പ്രവീൺ ഇവരെല്ലാവരും കൂടെ അനുമോളെ ഒരുപാട് ചേർത്ത് പിടിച്ച ആൾക്കാരാണ്. പക്ഷേ ഏറ്റവും അപ്രിഷ്യേറ്റ് ചെയ്യേണ്ട, ഏറ്റവും എഫേർട്ട് അനുമോൾക്ക് കൊടുത്ത് അനുമോളെ സപ്പോർട്ട് ചെയ്ത് അവളെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്ത് ഫിനാലിയിലേക്ക് ഒന്ന് പുഷ് ചെയ്ത് വിട്ട ഒരാളാണ് ലക്ഷ്മിയെ പറ്റി പറയാതിരിക്കാൻ വയ്യ. അത്രയും നല്ല മോട്ടിവേഷൻ എനിക്ക് അറിഞ്ഞുകൂടെ വേറൊരു കണ്ടസ്റ്റൻറ്റ് ഇത്രയും നല്ല രീതിയിൽ മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. അവിടെ വന്ന ബാക്കി എല്ലാ കണ്ടസ്റ്റൻസും, ഞാനിപ്പോൾ പറഞ്ഞ കുറച്ച് പേരുകൾ ഒഴിച്ച് ബാക്കി എല്ലാ റീ എൻട്രിക്ക് വന്ന കണ്ടസ്റ്റൻസും മരവാഴകളാണെന്ന് തെളിയിച്ച് കാണിച്ച ഒരു നിമിഷമായിരുന്നു ബിഗ് ബോസ് റീ എൻട്രി. ഇതിലൂടെ നമ്മൾക്ക് ആദിലയുടെയും നൂറയുടെയും ഫ്രണ്ട്ഷിപ്പിൻ്റെ ആഴം എത്രത്തോളം നമുക്ക് മനസ്സിലായി. അവർ ജയിക്കാൻ വേണ്ടി ഏതൊരറ്റം വരെ പോകുമെന്നുള്ളത് അവർ പ്രൂവ് ചെയ്തേക്കുകയാണ്. ആ ടിഷ്യൂ കേസ് ആവട്ടെ, അവളെ പിന്നിൽ നിന്ന് കുത്തിയതാവട്ടെ, പിന്നെ ശൈത്യയും അനുമോളും ആദിലയും നൂറയും ഇരുന്ന് സംസാരിച്ചത് അനുമോളുടെ തലയ്ക്ക് കെട്ടിവെച്ചതാവട്ടെ, പിന്നെ അക്ബറിനോട് ആദിലേക്ക് ഓൾറെഡി ഉണ്ടായിരുന്ന ഒരു വൈരാഗ്യം അനുമോളുടെ തലയ്ക്ക് കെട്ടി ചമച്ചതാവട്ടെ. ഇതുപോലെ അതിൽ പറഞ്ഞൊരു സിറ്റുവേഷൻ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു മോർണിംഗ് ടാസ്കിൽ. ഒരാൾക്ക് ഇത്ര മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുമോ, ഒരാൾക്ക് ഇത്ര അഭിനയിക്കാൻ പറ്റുമോ എന്നൊക്കെ എന്ത് ഡ്രാമയാണ് അതിൽ കാണിക്കുന്നത്. അനുമോൾക്ക് അഭിനയിക്കാൻ അറിയാമെങ്കിൽ നിനക്ക് അഭിനയത്തിൽ ഓസ്കർ തരേണ്ട ഒരു പെർഫോമൻസ് ആണ് നീ അവിടെ കാഴ്ചവെച്ചിരിക്കുന്നത്. പിന്നെ അതിലൂടെ നൂറയോടും എസ്പെഷ്യലി അവസാന മൊമെൻറ്റിൽ വന്നിട്ട് ആ കലം ഉടച്ചതിന് വളരെ നന്ദി. കാരണം നിങ്ങൾ അത്രത്തോളം ഇഷ്ടപ്പെട്ട ആൾക്കാരിൽ ഒരാളായിരുന്നു ഞാൻ. അപ്പോൾ എനിക്ക് നന്ദി മാത്രമേ പറയാനുള്ളൂ. ബിഗ് ബോസ് റീ എൻട്രിയിൽ വന്ന് കോമാളിത്തരം കാണിച്ച് കുറേ മന്ദബുദ്ധികളോട്
നിങ്ങൾ കാരണം അനുമോളുടെ വോട്ട്സ് എല്ലാം കൂടുന്നുണ്ട്. താങ്ക്സ് ഫോർ ദാറ്റ്. പിന്നെ നിങ്ങൾ തനി കുണം കാണിച്ചതിനും നന്ദി. നാളെ നിങ്ങൾ എത്ര വെളുപ്പിക്കാൻ നോക്കിയാലും അതൊന്നും ഒന്നുമല്ല എന്ന് നിങ്ങൾ തീർത്തിട്ടാണ് നിങ്ങൾ പോയിരിക്കുന്നത്. ഈ ഒരു ബിഗ് ബോസ് കൊണ്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഉറപ്പായിട്ടും നേട്ടം നേടിയിട്ടുള്ളത് അനുമോൾ തന്നെയാണ്. അനുമോൾക്ക് വോട്ട് കൂടുക എന്നുള്ളത് മാത്രമല്ല, പക്ഷേ അവൾക്ക് റിയൽ ഫ്രണ്ട്സ് ആരാ എന്ന് ഈ ഒരു സിറ്റുവേഷനിൽ കാണാൻ പറ്റി. ആതിരയും നൂറയും അത്രയും നെഞ്ചോട് ചേർത്ത് പിടിച്ച 2 വ്യക്തികളാണ് അനുമോള്. അപ്പം ഈ ഷോയിന് ശേഷം നിങ്ങൾ ഫ്രണ്ട്സ് ആവില്ലയോ അത് അനുമോളെ നിൻ്റെ ഇഷ്ടമാണ്. പക്ഷെ എൻ്റെ ഒപ്പീനിയൻ ഞാൻ പറയട്ടെ, ബിഗ് ബോസ് എന്നൊരു വേദി ക്ലിയർ ആയിട്ട് കാണിച്ചെന്നൊരു വിഷയമാണ് അവരുടെ ഫ്രണ്ട്ഷിപ്പിൻ്റെ ആഴം എത്രത്തോളം ആണ് എന്നുള്ളത്. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോവുക, സ്മാർട്ടായിട്ട് മുന്നോട്ട് പോവുക എന്നുള്ളത് എനിക്ക് നിൻ്റെ അടുത്ത് പറയാനുള്ളൂ. പിന്നെ ബാക്കിയുള്ള ഇഷ്ടങ്ങളൊക്കെ നിങ്ങളുടെയാണ്. എന്തായാലും അനുമോൾ ജയിക്കാനാണ് എൻ്റെ ആഗ്രഹം. PR അതിൽ നിന്നൊക്കെ പറഞ്ഞ് അവൾ ജയിച്ചാലും അതിൻ്റെ പുറകെ പൊങ്കാലിട്ടുകൊണ്ട് ആൾക്കാർ ചെല്ലേണ്ട ആവശ്യമില്ല. PR കൊണ്ട് മാത്രം ആർക്കും അവിടെ നിൽക്കാനും പറ്റത്തില്ല. ആൻഡ് ഈ ഒരു ഷോ അനുമോൾ ജയിച്ചില്ല എന്നുണ്ടെങ്കിലാണ് PRൻ്റെ പവർ ഉണ്ടാവുന്നത്. മനസ്സിലായോ? സോ യെസ്, നമുക്ക് നോക്കാം റിസൾട്ട് എന്താണെന്ന്. ഇനി ഒരു ദിവസം കൂടെ ഉള്ളൂ. ഞങ്ങളും എക്സൈറ്റഡ് ആണ് എല്ലാവരെയും പോലെ തന്നെ. സോ യെസ്, ഞാനും എല്ലാവരുടെയും കൊണ്ട് വോട്ട് ചെയ്യിപ്പിക്കുന്നുണ്ട് പറ്റുന്ന അത്രയും അനുമോൾക്ക് വേണ്ടി. ആൻഡ് നമുക്ക് നോക്കാം റിസൾട്ട് എന്താ വരികയെന്ന്. സോ സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. അണ്ടിൽ ദെൻ ബൈ.